ഈ നല്ല പകലിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. 2026 ആദ്യത്തെ ഞായറാഴ്ചയാണ്. നമുക്കെല്ലാവർക്കും പുതിയ ഒരു കാര്യം കിട്ടുകയെന്ന് പറയുന്നത് വളരെ സന്തോഷമാണ്. അതുപോലെ പുതിയ ഒരു വർഷം, പുതിയൊരു തുടക്കം, ഒരു പുതിയ നന്മ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഒരു ക്രൈസ്തവ ചിന്തകൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: എല്ലാ പുതിയ പ്രഭാതവും ദൈവത്തിൽ നിന്നുള്ള നന്മയാണ്. എല്ലാ പുതിയ പ്രഭാതവും നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ട് അങ്ങനെ തോന്നാറുണ്ടോ ഇതൊരു നന്മയാണെന്ന്? ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്നത്. രാത്രിയിൽ ഇതുവരെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. 2 ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ രാത്രി കിടന്ന് ഉറങ്ങുന്നതിൻ്റെ ഒരു സുഖം, രാത്രി ഉറങ്ങുന്നതിൻ്റെ ഒരു സംതൃപ്തി. ഇത്രയും വർഷം ഉറങ്ങിയെങ്കിലും അതങ്ങോട്ട് മനസ്സിലായില്ലായിരുന്നു. പലപ്പോഴും നമുക്ക് കിട്ടുന്ന ചെറിയ നന്മകൾ നമ്മളൊന്നും വലിയ കാര്യമായിട്ട് ഗവനിക്കാറില്ല. എന്നാൽ അതിനൊക്കെ ദൈവത്തിന് നമുക്ക് നന്ദി പറയേണ്ടത് ആവശ്യമാണ്. ഈ പുതിയ വർഷം 2026 നന്ദിയുള്ള ജീവിതം നമുക്ക് നയിക്കാം. നിങ്ങളൊക്കെ പുതിയ തീരുമാനത്തോടെ, പുതിയ ഉറച്ച വിശ്വാസത്തോടെയാണ് ഈ വർഷത്തെ എതിരേൽക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും പുതിയ വാഗ്ദത്ത വചനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അതൊക്കെ വായിച്ച് നോക്കിയായിരുന്നു അതോ അവരുടെ കൂട്ടത്തിൽ പോയോ? പണ്ട് നമ്മുടെ നാട്ടിൽ കല്യാണത്തിന് പോകുമ്പോൾ നമുക്കറിയാം, കല്യാണത്തിൻ്റെ ഡൈനിങ് ടേബിളിൽ അവിടെ ഒരു കാർഡും വധുവിൻ്റെയും വരൻ്റെയും ചിത്രമൊക്കെ ചേർന്നൊരു കാർഡും അതിൻ്റെ മുകളിലൊരു കോഫി ബൈറ്റോ അല്ലെങ്കിൽ ഒരു മാംഗോ ബൈറ്റോ പിൻ ചെയ്ത് വെച്ചിരിക്കും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പലരും വന്നത് എടുത്ത് വെച്ചിട്ട് സ്റ്റേജിലോട്ടൊന്ന് നോക്കും. ഇത്രയും ഇതിനേക്കാളും വണ്ണമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് പറയും. ഞാനൊക്കെ ആദ്യമേ മുട്ടായി എടുത്തങ്ങ് പോക്കറ്റിലിടും, കാരണം പ്രാധാന്യമുള്ള അതാ കവറങ്ങ് പോകും അതിൻ്റെ കൂട്ടത്തിൽ. അതുപോലെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാഗ്ദത്ത വചനം നഷ്ടപ്പെട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ പുതിയ തീരുമാനത്തോടെ നമുക്കായിരിക്കാം. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. 119 സങ്കീർത്തനമാണല്ലോ ഇന്ന് പകൽക്കാലം നാം വായിച്ചത്. ഇതിൽ നിന്ന് ദൈവം നമ്മളോട് സംസാരിക്കട്ടെ. 176 വാക്യമുണ്ട്, 22 ഭാഗമായിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് ഒരു ഭാഗം, ആദ്യത്തെ ഭാഗം മാത്രമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ബാക്കി 21 ഭാഗങ്ങൾ ബാക്കിയുണ്ടെങ്കിലും ഇത് മുഴുവൻ വായിക്കുമ്പോൾ ഇതൊറ്റ തീമാണ്, ഒറ്റ ആശയം മാത്രമാണ് ഇതിനെപ്പറ്റി പറഞ്ഞ് ഈ സങ്കീർത്തനം നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യം. ദൈവത്തിൻ്റെ വചനം ഒരു മനുഷ്യനെ എപ്രകാരം രൂപാന്തരപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നൊരു അടിസ്ഥാനത്തിൽ അതിനെ അങ്ങ് പ്രകീർത്തിച്ചെഴുതുന്നൊരു സങ്കീർത്തനമാണ് 119 സങ്കീർത്തനം. ഇന്ന് നിങ്ങൾ ഏത് വാക്യം എടുത്താലും ദൈവത്തിൻ്റെ വചനം എന്ന ആശയം വരുന്നൊരു പദം കാണും. ഒരു പക്ഷേ ന്യായപ്രമാണം എന്നായിരിക്കും, നിൻ്റെ ന്യായപ്രമാണം, അല്ലെങ്കിൽ നിൻ്റെ നീതിയുള്ള വിധികൾ, നിൻ്റെ ചട്ടങ്ങൾ, നിൻ്റെ സാക്ഷ്യങ്ങൾ, ഇങ്ങനെ പല പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അർത്ഥം ഒന്നേ ഉള്ളൂ: ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം എപ്രകാരമാണ് ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത്, എപ്രകാരമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്നുള്ളതാണ് ഈ സങ്കീർത്തനം നമ്മളോട് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ സങ്കീർത്തനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിൻ്റെ 1-2 വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദം വരുത്തി വായിക്കാം. ആമേൻ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വചനം സൂക്ഷിച്ചപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ ഗസിയെ പറഞ്ഞു, ഇതുപോലെ ആർക്കും വാക്യം വായിക്കാനുള്ള അവസരം കൊടുക്കാൻ എന്താണ്, അതുകൊണ്ടാണ് ഇന്ന് എല്ലാവരെയും കൊണ്ട് വായിപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. തുടക്കമേ അവിടെ കാണുന്നത് ഭാഗ്യവാന്മാരെ പറ്റി പറയുന്ന 2 വാക്യം. ഭാഗ്യവാന്മാരായ മനുഷ്യരെ അവിടെ പറയുകയാണ്, ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായ ഭാഗ്യവാന്മാർ. 2ാമത്തെ വാക്യം അത് തന്നെയാണ് പറയുന്നത്, അവനെ പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്ന ഭാഗ്യവാന്മാർ. ഒരു കൂട്ടം മനുഷ്യരെ ഇവിടെ സങ്കീർത്തനക്കാരൻ കാണിച്ചിട്ട് പറയുകയാണ്, ഭാഗ്യവാന്മാരായ മനുഷ്യർ. ഭാഗ്യവാന്മാരായ മനുഷ്യർ. നമുക്കറിയാം, നമ്മളൊരു വ്യക്തിയെപ്പറ്റി പറയുകയാണ്. നിങ്ങൾക്കറിയാവുന്നൊരു വ്യക്തിയാണെന്ന് വിചാരിക്കും, ബോൺസ്റ്റബിൾ. ഇവിടെ ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തി ഭയങ്കര ഭാഗ്യവാനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും, എന്താണ് കാര്യം എന്താണ്? അപ്പോൾ ഈ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ഞാൻ പറയുകയാണ്, അവൻ വചനം അനുസരിക്കുന്നതിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ചോദിക്കും, അത് മനസ്സിലായി, ഭാഗ്യം എന്താ? അവൻ്റെ ജീവിതത്തിൽ ഇത്ര ഭാഗ്യവാനെന്ന് പറയാനുള്ള കാരണം എന്താണ്? കാരണം നമ്മളിതൊരു ഭാഗ്യമായിട്ട് വചനം അനുസരിക്കുന്നൊരു ഭാഗ്യമാണോ? ഞങ്ങളുടെ നാട്ടിൽ ഒരു വ്യക്തിയെ പറ്റി കേട്ടിട്ടുണ്ട്. വ്യക്തിയെപ്പറ്റി അവരുടെ പേരെങ്ങനെയാണ്, ഭാഗ്യം കുഞ്ഞുമോൾ. അപ്പോൾ എൻ്റെ മമ്മിയൊക്കെ എപ്പോഴും പറയും, അവരുടെ വീട് അറിയത്തില്ലേ, അത് ഭാഗ്യം കുഞ്ഞുമോളുടെ വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചവരുടെ പേരെങ്ങനെയാണ് ഭാഗ്യം കുഞ്ഞുമോൾ. പിന്നീടാണ് അറിഞ്ഞത് ഇവർക്ക് വേണ്ടി ലോട്ടറി അടിച്ചിട്ടുണ്ട്. ഇവരുടെ പേര് ഭാഗ്യം കുഞ്ഞുമോൾ ഒന്നുമല്ല, ലോട്ടറി അടിച്ചുകൊണ്ട് ആൾക്കാർ
അത് ചേർത്തങ്ങ് പറയുകയാണ് ഭാഗ്യം കുഞ്ഞുമോൾ. കാരണം നമ്മുടെ മനുഷ്യൻ്റെ ചിന്താഗതിയിൽ അതൊക്കെയാണ് ഭാഗ്യം. ലോട്ടറി അടിക്കുക, പിന്നെന്തൊക്കെയാണ്, വണ്ടി കിട്ടുക, അല്ലെങ്കിൽ നല്ല ജോലി കിട്ടുക, PR കിട്ടുക. ഇപ്പം അത് വലിയൊരു ഭാഗ്യമാണ്. ഇപ്പം ഇതൊക്കെയാണ് നമ്മുടെ നോട്ടത്തിൽ ഭാഗ്യം. എന്നാൽ ഇവിടെ പറയുകയാണ്, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കുന്നവൻ. ആമേൻ. ന്യായപ്രമാണം, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവൻ അവൻ ഭാഗ്യവാനാണ്. രണ്ടാമത്തെ വാക്യം, അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നവൻ. ഞാൻ പറഞ്ഞു ഇതെല്ലാം വചനമാണ് ഉദ്ദേശിക്കുന്നത്. ന്യായപ്രമാണം ഉദ്ദേശിക്കുന്നതും അവൻ്റെ സാക്ഷ്യമെന്ന് പറയുന്നത് ഇതൊക്കെ ദൈവത്തിൻ്റെ വചനത്തെ പറ്റിയാണ് പറയുന്നത്. ഇതിനെ അനുസരിക്കുന്നവനാണ് ഭാഗ്യവാൻ, ഇതിനെ പ്രമാണിക്കുന്നവനാണ് ഭാഗ്യവാൻ. ഇന്ന് ലോകം പറയുന്നത് ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനമൊക്കെ അല്ലെങ്കിൽ ഈ ബൈബിളും എടുത്ത് പിടിക്കുന്നവരുടെ ജീവിതം ഒരു വളരെ ബോറിംഗ് ലൈഫാണെന്ന് പുറത്തു നിന്നുള്ള പറയുന്നാൽ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഈ തിരുവചനം എഴുതിയ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഗ്രന്ഥകാരൻ പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവനാണ് യഥാർത്ഥ ഭാഗ്യവാന്മാർ. അവനാണ് യഥാർത്ഥ ഭാഗ്യം ജീവിതത്തിൽ കൈവരിച്ചവർ. എന്തുകൊണ്ടാണ് ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്? ചുമ്മാ പറഞ്ഞു പോവുകയല്ല. 3-4 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. അവൻ്റെ വഴികളിൽ തന്നെ നടക്കുന്നു, നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. ആമേൻ. എന്തുകൊണ്ടാണ് അവർ ഭാഗ്യവാന്മാരാകുന്നത്? അവർ നിന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. ഇവരെ എന്തുകൊണ്ടാണ് ഭാഗ്യവാന്മാർ എന്ന് വിളിക്കുന്നത്? ദൈവത്തിൻ്റെ വഴികളിൽ അവർ അതിൽ തന്നെ നടക്കുന്നു. പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കേണ്ടുന്ന ചില ചട്ടങ്ങൾ ദൈവം നമുക്കൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്. നീ നടക്കേണ്ടുന്ന പാത നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. തിരുവചനം മുഴുവൻ വായിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തെ കാണിച്ചിരിക്കുന്ന ഒരു ഓട്ടമായിട്ടാണ്, ഒരു പാതയായിട്ടാണ്. ഈ പാതയിലൂടെയാണ് നാം സഞ്ചരിക്കേണ്ടത്. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവം കാണിച്ചു തന്നിരിക്കുന്ന, ദൈവം കൽപ്പിച്ചിരിക്കുന്ന ആ പാതയിൽ തന്നെ നടക്കാനാണ് ആഗ്രഹം ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും. എന്നാൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം കടന്നു വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ, നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും ഇച്ഛിക്കാത്ത തിന്മ ജീവിതത്തിൽ കടന്നു വരുന്നു. ഈ വഴി കൂടെ എനിക്ക് നടക്കേണ്ടത്, ഇത് തന്നെയാണ് എൻ്റെ ലക്ഷ്യമെങ്കിലും ചിലപ്പോൾ ഞാൻ അറിയാതെ മറ്റൊരു പാത അങ്ങ് എടുക്കുകയാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ ജെറോം, അവന് 9 മാസമേ ഉള്ളൂ. ഇനി മുട്ടയിൽ എഴുതുന്ന പ്രായമാണ്. നമ്മൾ മുറിയിലോട്ട് കയറുമ്പം ജെറോം ഒരു മൂലയിലായിരിക്കും. എന്നെ കാണുമ്പോൾ ഭയങ്കര വെപ്രാളം, ആകെ ഓടി വരും. നമ്മളെ എടുക്കാൻ വേണ്ടി ഒടുത്തോട്ട് ഓടി വരും. അപ്പം ഞാൻ ഈ കൈയൊക്കെ നീട്ടി ഇങ്ങനെ എടുക്കാൻ വേണ്ടി റെഡിയായി നിൽക്കും. അന്നേരമായിരിക്കും അടുക്കളയിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. എന്നെ തന്നെ നോക്കി വരികയായിരിക്കും, പക്ഷേ പെട്ടെന്ന് ശബ്ദത്തിൻ്റെ അടുത്തോട്ടങ്ങ് പോകും. ഞാൻ പിന്നെയും വിളിക്കും, ജെറോ ഇങ്ങോട്ടോ വാ. അപ്പോൾ വീണ്ടും എൻ്റെ ശബ്ദം കേട്ട് വരും. വീണ്ടും ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു കളിപ്പാട്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ആ വഴി എങ്ങോട്ടൊക്കെ പോകും. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് അല്ലെങ്കിൽ അതിൽ കൂടെ നടക്കുവാൻ കഴിയാതെ വരുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഒരു കൂട്ടം മനുഷ്യരെ പറ്റി പറയുന്നുണ്ടല്ലോ, ഭാഗ്യവാന്മാരായ മനുഷ്യർ. എന്തുകൊണ്ടാണ് അവർ ഭാഗ്യവാന്മാർ? അവർ ദൈവത്തിൻ്റെ വഴിയിൽ തന്നെ നടക്കുന്നു. ഇന്ന് പാലക്കാലം 2026 ദൈവം വച്ചിരിക്കുന്ന പാതയിൽ തന്നെ നടക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം? 1-ാം വാക്യം അതാണ് പറയുന്നത്, അവൻ്റെ ന്യായപ്രമാണം അനുസരിക്കണം, അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പാതയിൽ നടക്കണമെങ്കിൽ, സ്ഥിരതയോടെ ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? ദൈവത്തിൻ്റെ വചനത്തെ അടിസ്ഥാനമാക്കിയ, അതിനെ ധ്യാനിക്കുന്ന, അതിനെ അനുസരിക്കുന്ന ഒരു ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വഴിയിൽ നമുക്ക് നടക്കുവാൻ കഴിയുകയുള്ളൂ. ആമേൻ. ഇപ്പോൾ പുതിയ വണ്ടികളൊക്കെ നമുക്കറിയാം, ലേറ്റസ്റ്റ് വണ്ടിയിലൊക്കെ നമ്മുടെ കണ്ണൊന്ന് മാറിക്കഴിഞ്ഞാൽ അത് വാർണിംഗ് സിമ്പിൾ കാണിക്കും, യു ബീൻ ഡിസ്ട്രാക്റ്റഡ്, നിങ്ങളുടെ ശ്രദ്ധ മാറിയിരിക്കുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഓടിച്ചാൽ വണ്ടി തന്നെ പറയും. അതുപോലെയാണ് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന, ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോയാൽ പരിശുദ്ധാത്മാവ് അവനോട് പറയും, നീ നടക്കേണ്ടുന്ന വഴി ഇതാകുന്നു, ഇതിലേ സഞ്ചരിക്കുക മകനെ. അതുകൊണ്ടാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഭാഗ്യവാന്മാരായ മനുഷ്യർ. എന്തുകൊണ്ട്? അവർ ദൈവത്തിൻ്റെ വഴിയിൽ തന്നെ നടക്കുന്നു. ദൈവത്തിൻ്റെ വഴി, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വഴിയിൽ തന്നെ നടക്കുവാൻ ഉള്ളൊരു വാഞ്ചയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഒരുക്കിയിരിക്കുന്ന വഴിയിൽ ഇത് തന്നെ നടക്കണം. അങ്ങ് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഭാഗ്യകരമായ അവസ്ഥ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം. ആമേൻ. പലപ്പോഴും പുതിയ തീരുമാനം, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, പുതിയ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പം അതൊന്നും മുന്നോട്ട് പോകത്തില്ല. ഈ വഴിയിൽ കൂടെ സഞ്ചരിക്കാൻ വേണ്ടി തീരുമാനമെടുക്കും, സ്ഥിരതയോടെ ഞാൻ ഓടും, ഈ വഴി തന്നെ ഞാൻ സഞ്ചരിക്കും. പക്ഷെ അതിനൊന്നും ഒരു സ്ഥിരത കാണത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ബ്രദറിനോട് സംസാരിക്കുമ്പോൾ എൻ്റെ ബ്രദർ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇനി മുതൽ ഡയറ്റൊക്കെ നോക്കാൻ പോവുകയാണ്.
എന്നെക്കാളും 5 വയസ്സ് മൂത്തയാണ്. ഇനിയെങ്കിലും എനിക്ക് ഹെൽത്തൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ പറയും നല്ല കാര്യം. പൊതുവേ ഇങ്ങനെ എക്സസൈസൊക്കെ ചെയ്യണമെന്ന് പറയുന്നപ്പോൾ ഞാൻ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. എനിക്കിഷ്ടമാണ്, നല്ല കാര്യമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അത് ഇന്ന ഫുഡുകളൊക്കെ ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണ്, ഇനി ചോറൊക്കെ ഒഴിവാക്കിയാണ്, മധുരമൊക്കെ കുറയ്ക്കുകയാണ്. അതൊക്കെ ചോദിച്ചാൽ ഇന്നെന്തോ കഴിക്കുന്നത്? ഇന്ന് നോക്കുന്നില്ല. ഇത് ജാനുവരി, ഞാൻ ഡിസംബറിലാണ് വിളിക്കുന്നത്. ജാനുവരി വരുമല്ലേ, ജാനുവരി 1-ാം തീയതി മുതൽ ഇതൊക്കെ ആരംഭിക്കും. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് എത്രത്തോളം പോകുമെന്ന്. ഇത് ലൈവ് പോകുന്നതാണല്ലോ, ഒരുപക്ഷെ ഇത് കാണുന്ന ഉടനെ തീരുമാനമൊക്കെ പുതുക്കാനിടയാവട്ടെ. ആമേൻ. ആഗ്രഹിക്കുന്ന വഴിയിൽ കൂടെ സഞ്ചരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവം കൽപ്പിച്ചിരിക്കുന്ന പാതയിൽ, ആ തീരുമാനത്തിൽ അതിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചേ മതിയാകുകയുള്ളൂ. ആമേൻ. പല രീതിയിൽ നമുക്ക് ആത്മീയ ജീവിതം ആചരിക്കാം, ആത്മീയമായ ദൈവത്തോട് ബന്ധപ്പെടാം. ചിലർ പ്രാർത്ഥിക്കും, ഒരുപാട് നേരം പ്രാർത്ഥിക്കും, ആരാധനയിൽ കൂടെ ബന്ധപ്പെടാം. എന്നാൽ ഒഴിവാക്കാനാവാത്ത ഒരു ദൈവമായിട്ടുള്ള ബന്ധത്തിലെ ഒരു പ്രധാന ഘടകമാണ് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുക എന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ദൈവശബ്ദം കേട്ടിട്ടുള്ള വചനം ധ്യാനിക്കുമ്പോഴാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിൻ്റെ മേൽ കൃത്യമായ ദൈവശബ്ദം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോഴാണ്. പല വ്യക്തികളുടെ ജീവിതത്തിലും വ്യത്യസ്തമായ രീതിയിൽ കർത്താവ് ഇടപെടും. ചില വ്യക്തികളോട് ഒരുപക്ഷെ ദൈവത്തിൻ്റെ ശബ്ദം വ്യക്തമായി അങ്ങനെ തന്നെ കേട്ടെന്ന് വരാം. ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം ഒഴിവാക്കിക്കൊണ്ട് ഒരു ക്രിസ്തീയ ജീവിതമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന ഭാഗ്യവാന്മാരായ മനുഷ്യർ. ആമേൻ. അടുത്ത വാക്യം കൂടെ നമുക്ക് വായിക്കാം. എൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എൻ്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. ആമേൻ. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എൻ്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളാമായിരുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ ഭാഗ്യകരമായ ജീവിതം നയിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ കാണിച്ചു. അവരുടെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം താൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എൻ്റെ നടപ്പ് ഒന്ന് സ്ഥിരമായെങ്കിൽ കൊള്ളാമായിരുന്നു. ഇന്ന് പകൽക്കാലം നാം ഒക്കെ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. കർത്താവേ, എൻ്റെ ജീവിതവും ഒന്ന് സ്ഥിരമായെങ്കിൽ കൊള്ളാമായിരുന്നു. 2026 ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഈ സങ്കീർത്തനം നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഈ ഒരു സന്ദേശമാണ് നിങ്ങളോട് കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സ്ഥിരതയുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്കിടയാകണം. ആമീൻ. സ്ഥിരതയില്ലാത്ത ആത്മീയ ജീവിതം ഒരു ആത്മീയ ജീവിതമേ അല്ല എന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, ചില വ്യക്തികൾ പറയാറുണ്ട്, മുഴുത്ത മാനസാന്തരം കേട്ടോ 3 മാസം. അതൊരു മാനസാന്തരമേ അല്ല. കാരണം സ്ഥിരതയില്ലാത്ത കർത്താവിനെ നമുക്ക് ഒരു ക്രിസ്തീയ ജീവിതം, അല്ലെങ്കിൽ കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതോ ക്രിസ്തീയനെ നയിക്കുക എന്നുള്ളതോ അസാധ്യമായ കാര്യമാണ്. സ്ഥിരതയോടെ ക്രിസ്തീയ ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഈ സങ്കീർത്തനം നമ്മളോട് പറയുന്നത്. പുതിയ നിയമത്തിൽ നാം കാണുന്നുണ്ട്, എബ്രായ ലേഖനത്തിൽ വാക്യമുണ്ട്, ആകയാൽ നാമും സാക്ഷികൾ എത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോൾ സ്ഥിരതയോടെ ഓടുക എന്ന് പറയുന്നത് അത് എന്നാ പറഞ്ഞേ, ചുമന്ന മഷി കൊണ്ട് അടിവരേണ്ട കാര്യമാണ്. സ്ഥിരതയോട് കൂടിയായിരിക്കണം നമ്മുടെ ഓട്ടം ഓടേണ്ടത്. നമ്മൾ ചെറുപ്പത്തിലേ കേൾക്കുന്നൊരു കഥയാണ് ആമയും മുയലിൻ്റെ ഓട്ട മത്സരം. ആമേൻ. മിടുക്കനായ മുയൽ ഒരു 2 ചാട്ടം ചാടിയപ്പം തന്നെ ആമയുടെ കണ്ണിൻ്റെ അവൻ്റെ ഐസൈറ്റിൽ നിന്ന് മറിഞ്ഞു കാണും. എല്ലാ കമ്പനിയെ ചാടി മറികടക്കുവാനുള്ള ആരോഗ്യവും കഴിവുമുള്ള മുയൽ പക്ഷേ ആ ഓട്ടത്തിൽ ജയിച്ചില്ല. കാരണം എന്താ? സ്ഥിരതയില്ലായിരുന്നു. സ്ഥിരതയില്ലാത്ത ജീവിതം, അല്ലെങ്കിൽ സ്ഥിരതയില്ലാത്ത ക്രിസ്തീയ ജീവിതം ഇതുപോലെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. ഈ പത്രോസിനുണ്ടായതുപോലെ തീക്ഷ്ണം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. യോഹന്നാൻ കർത്താവിൻ്റെ മാർവിടത്തിൽ ചാരി കിടന്ന പോലെ സ്നേഹവും വലിയൊരു ഹൃദയത്തിലൊരു ഭാരവും മാഞ്ചയൊക്കെ ഉണ്ടാകും. പക്ഷേ കുഴപ്പം എന്താണെന്ന് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വീണ്ടും പഴയ നമ്മൾ തന്നെയായി മാറും. ഇവിടെ പറയുകയാണ് സ്ഥിരതയോടെ. ആ എബ്രായ ലേഖനത്തിലെ വാക്യം ഒന്ന് വായിക്കാമോ? എബ്രായർ 12:1. ആമേൻ. നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. ആമേൻ. എന്തുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് സ്ഥിരതയോടെ ഓടാൻ കഴിയാതെ വരുന്നത്? ആ വാക്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മുന്നിലിരിക്കുന്ന ഭാരമുണ്ട്, നമ്മളെ മുറുകെ പിടിക്കുന്ന പാപമുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ പറയാൻ ആദ്യം പറയുന്നത്, ആകയാൽ നാമും സാക്ഷികളുടെ
ഇത്ര വലിയ സമൂഹം. പലപ്പോഴും ഈ ക്രിസ്തീയ ജീവിതത്തെ പറ്റി പറയുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ പലരും പറയുന്ന കാര്യമാണ്, ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്ന കാര്യമേ അല്ല. അവിടെയാണ് പറയുന്നത്, ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓട്ടം സ്ഥിരതയോടെ ഓടി പൂർത്തീകരിച്ച ഒരു വലിയ സമൂഹത്തിൻ്റെ നടുവിലാണ് നാം ആയിരിക്കുന്നത്. ഈ ഓട്ടം പൂർത്തീകരിച്ചവരുണ്ട്, സ്ഥിരതയോടെ ഓടിയവരുണ്ട്. കർത്താവ് ഒരുക്കിയ ചട്ടങ്ങൾ അല്ലെങ്കിൽ കർത്താവ് കൽപ്പിച്ച് തന്ന പാതയിൽ തന്നെ സഞ്ചരിച്ച് ബിരുദം പ്രാപിച്ചവർ നമ്മുടെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് ഇത് സാധ്യമാണ്, ഈ ഓട്ടം സാധ്യമാണ്, സ്ഥിരതയോടെ ഓടുവാൻ സാധ്യമായ കാര്യമാണ്. പിന്നീട് വായിക്കുകയാണ്, നിങ്ങൾ ഭാരം ഉപേക്ഷിക്കുക, മുറുകെ പറ്റുന്ന പാപം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഓട്ടത്തിൻ്റെ സ്ഥിരതയെ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. ആമേൻ. നിങ്ങൾക്ക് പരദേശി മോക്ഷയാത്ര എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല പുസ്തകമാണ്. ജോൺ ബെനിയൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന പ്രധാന കഥാപാത്രം ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഈ വ്യക്തി നാശപട്ടണം വിട്ട് സ്വർഗീയ ഭവനത്തിലേക്ക് ഓടുന്ന ഒരു യാത്രയെപ്പറ്റിയാണ് ഈ പുസ്തകം ഉടനീളം പറയുന്നത്. ഒരുപാട് ദുർഘടമായ സ്ഥലത്തിൽ കൂടിയാണ് ഈ മനുഷ്യൻ കടന്നു പോകുന്നത്. കൂരുകളുടെ താഴ്വരയുണ്ട്, വളരെ ദൈർഘ്യമേറിയ പാതയുണ്ട്, പാറക്കെട്ടുകളുണ്ട്. ഇതൊക്കെ താണ്ടി വേണം തനിക്ക് ആ സ്വർഗീയ ഭവനത്തിലേക്ക് എത്താൻ. എന്നാൽ ഈ യാത്ര, ഈ ദൈർഘ്യമേറിയ യാത്രയിൽ തന്നെ ഏറ്റവും തളർത്തുന്നത് ഈ കൂരുകളിലുള്ള പാതയോ അല്ലെങ്കിൽ ഈ മുള്ളിൻ്റെ പാതകളോ പാറത്തൂക്കം ഇതൊന്നുമല്ല. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഈ യാത്രയെ തടസ്സപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, തൻ്റെ ചുമലിൽ വല്ല ഭാരമേറിയൊരു ഭാണ്ഡമുണ്ട്. വലിയൊരു ബാഗേജുമായിട്ടാണ് ഈ മനുഷ്യൻ യാത്ര ചെയ്യുന്നത്. ആ ബാഗേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൻ്റെ ഉള്ളിൽ കിടക്കുന്ന പാപബോധം, തൻ്റെ ഉള്ളിൽ തന്നെ കുറ്റപ്പെടുത്തുന്ന ഗിൽറ്റ് കോൺഷ്യസ്, അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നോട് ചെയ്ത, താൻ സ്നേഹിച്ചവർ തന്നോട് തിരിച്ചു പറഞ്ഞ, തന്നെ വേദനിപ്പിച്ച വാക്കുകൾ, വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, പല നൊമ്പരങ്ങൾ, ഇതൊക്കെ തൻ്റെ തോളിൽ തൂക്കിയിട്ടുകൊണ്ടാണ് ഈ മനുഷ്യൻ നടക്കുന്നത്. ഈ ചിന്താഭാരം, ഈ ആകുലതയാണ് ഈ മനുഷ്യനെ മുന്നോട്ട് പോകുവാൻ കഴിയാത്തവണ്ണം തന്നെ ക്ഷീണിപ്പിച്ച് കളയുന്നത്. എന്നാൽ അവിടെ ആ കഥയിൽ കാണുന്നത്, ഈ മനുഷ്യൻ ഈ ഭാണ്ഡവുമായിട്ട് നടന്ന് ഒടുവിൽ താൻ എത്തുന്നത് ക്രൂശിൻ്റെ താഴ്വരയിലാണ്. കുരിശിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ അവിടെ കാണുന്നത്, ഈ തൻ്റെ ചുമലിലുണ്ടായിരുന്ന ഈ ഭാണ്ഡമുണ്ടല്ലോ, തന്നെ കുറ്റപ്പെടുത്തുന്ന ഓർമ്മകൾ, തനിക്ക് നിരാശ സമ്മാനിക്കുന്ന ചിന്തകൾ, തനിക്ക് ക്ഷമിക്കാൻ കഴിയാത്ത പല മുറിവുകളും, ഈ മുറിവുകൾ നിറഞ്ഞിരുന്ന ഈ ഭാണ്ഡം തൻ്റെ തോളിൽ നിന്ന് താണു വീഴുകയാണ്. അവിടെ വെച്ച് താൻ സ്വതന്ത്രനാകുകയാണ്. അവിടെ നിന്ന് താൻ മുന്നോട്ട് പോകുന്നത് വളരെ പ്രത്യാശയോടെയാണ്. തൻ്റെ യാത്രയ്ക്ക് വലിയ പുതിയൊരു ബലത്തോടു കൂടിയാണ് ക്രൂശിൻ്റെ മുന്നിൽ നിന്ന് താൻ യാത്ര ചെയ്യുന്നത്. അവിടെ വെച്ച് തൻ്റെ ഭാരം തൻ്റെ തോളിൽ നിന്ന് മാറി. ഇന്ന് പൽക്കാലം ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കണമെങ്കിൽ, സ്ഥിരതയോടെ നമുക്ക് ഓടണമെങ്കിൽ, നമ്മുടെ ഭാരം ഉപേക്ഷിച്ചുകളെ മതിയാകുകയുള്ളൂ. ആമേൻ. പലരും ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോഴും തൻ്റെ പഴയ കാലത്തെ, പഴയ ജീവിതത്തിലെ പല അനുഭവങ്ങളും പല ഓർമ്മകളും നമ്മുടെ മനസ്സിൽ കയറി വരും. എനിക്ക് കർത്താവിനെ സ്നേഹിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ കർത്താവിന് എന്നോട് ക്ഷമിക്കാൻ കഴിയത്തില്ല, കർത്താവിന് എന്നെ സ്നേഹിക്കാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ മറ്റു വ്യക്തികളോട് ക്ഷമിക്കുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് പോകാത്ത പല കൈപ്പേറിയ അനുഭവങ്ങളും ഓർമ്മകളും കടന്നു വരും. എന്നാൽ ഇവിടെ പറയുകയാണ്, സകല ഭാരവും ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തീയ ജീവിതം സ്ഥിരതയോടെ ഓടുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. സകല ഭാരവും ഇറക്കി വെക്കാൻ കഴിയുന്ന ഒരിടമാണ് നമ്മുടെ കർത്താവിൻ്റെ സന്നിധി. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ സകല ഭാരങ്ങൾക്കും, സകല കണ്ണുനീരിനും, സകല വേദനകൾക്കും ഒരു ഉത്തരമുണ്ട്. ആമേൻ. അവിടെ ആശ്വാസം ലഭിക്കാത്ത ഒരു ഭാരവുമില്ല. ആമേൻ. ഇന്ന് പകൽക്കാലം ഭാരത്തോടെയാണ് ഇവിടെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ ആ ഭാരം ഇറക്കി വെച്ചിട്ട് സ്വതന്ത്രനായിട്ട് മുന്നോട്ട് പോകുവാൻ ഇടയാവണം. ആമേൻ. ഭാരം ഉപേക്ഷിക്കണം. ഭാരം മാത്രമല്ല, ഒരു കാര്യം കൂടെ പിന്നെ പറയുന്നുണ്ട്, മുറുകെ പറ്റുന്ന പാപം. ഭാരം നമുക്ക് ഉപേക്ഷിക്കാം. എന്നാൽ മുറുകെ പറ്റുന്ന ഭാരത്തെപ്പറ്റി പറയുന്നത്, ഇത് നമ്മൾ വിട്ടാലും ഇത് നമ്മളെ വിടത്തില്ല, നമ്മളെ കയറി പിടിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലെ ചില വാഞ്ചകളാണ്. നമ്മൾ കുടഞ്ഞ് കളയണമെന്ന് വിചാരിച്ചാലും നമ്മളിൽ നിന്ന് മാറിപ്പോകാത്ത ചില വാഞ്ചകൾ. പണ്ടൊരിക്കൽ എനിക്കറിയാവുന്നൊരു ഫാമിലി, ഞങ്ങൾ ഒരുമിച്ച് എറണാകുളം ലുലുവിൽ പോയി, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അവിടെ ഒരു വലിയൊരു സ്വീറ്റ്സിൻ്റെ ഒരു ബോക്സ് കണ്ടു.
ഒരു 4-5 എണ്ണം ഒറ്റ പാക്ക് ചെയ്ത് റാപ്പ് ചെയ്ത് വെച്ചേക്കുക. ഇത് കണ്ടോണേ പുള്ളിക്കാരി ഇത് കയറിയും പിടിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് ഷുഗറിന് ചെറിയൊരു പ്രശ്നമുള്ള, വലിയ ഷുഗറില്ല. ഇത് കണ്ടോണ്ടേ വൈഫ് കയറി, ഇതെന്ത് ഇത്രയും മധുരം എന്തിനാണ്, ഒരു ബോക്സ് വല്ലതും പോട്ടെ, ഇത് 4-5 ബോക്സ്. ഇത് പറഞ്ഞ് ഇത് ഇത്രയും നല്ല സാധനം ഇവിടെ കിട്ടത്തുള്ളൂ, അതുകൊണ്ട് ഇതിപ്പം കഴിക്കാനും പോകുന്നില്ല, ഇത് ഒരുപാട് നാൾ എക്സ്പയറി ഡേറ്റ് ഉള്ളതാണ്, വീട്ടിലിരിക്കട്ടെ അതൊക്കെ കഴിച്ചാൽ മതി. അങ്ങനെ ഇദ്ദേഹം കൺവിൻസ് ചെയ്ത് വാങ്ങിച്ചു. ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വണ്ടിയിൽ കയറി. ഇനി വീട്ടിലോട്ട് 2 മണിക്കൂർ യാത്രയുണ്ട്. വണ്ടിയിലോട്ട് കയറി പാർക്കിലോട്ട് നിന്ന് എടുക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം പറഞ്ഞു, എന്തുവരെ നമ്മൾ സാധനം വാങ്ങിച്ചില്ലേ, ടേസ്റ്റ് നോക്കാം, ഇത്രയും ദൂരം വന്ന് വാങ്ങിച്ചതല്ലേ, നല്ലതാണോ എന്നറിഞ്ഞില്ലെങ്കിൽ എന്തുവാ. ഞാൻ പറഞ്ഞു നല്ല കാര്യം എടുക്കാം. ഞങ്ങളെല്ലാം ഓരോന്നെടുത്ത് പൊട്ടിച്ച് ഓരോന്ന് കഴിച്ചിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങി. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എവിടെയെങ്കിലും എന്നാൽ പിന്നെ ചായ കുടിക്കാൻ നിർത്താമെന്ന് വിചാരിച്ചു. ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ നിർത്തി ഉടനെ ഇദ്ദേഹം പറഞ്ഞു, എടി ആ ബോക്സ് ഇങ്ങ് എടുത്തേരെ, ചായയുടെ കൂട്ടത്തിൽ നമുക്ക് ഒരു കടി. അങ്ങനെ ഞങ്ങൾ ചായയും കുടിച്ചു, ഒരു സ്വീറ്റ്സും കഴിച്ചു. വീണ്ടും ഞങ്ങൾ യാത്ര കഴിച്ചു. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എടി ആ ബോക്സ് എന്താ ഉടനെ ഞാൻ മുന്നിൽ അങ്ങ് വെച്ചേക്കാം. ഞാൻ പറഞ്ഞു, ഇതാണ് മുറുകെ പറ്റുന്ന പാവങ്ങൾ. നമ്മൾ ഒഴിവാക്കണം, ഇത് ശരിയല്ലേ എന്ന് നമുക്കറിയാവുന്ന പല വസ്തുക്കളും നമ്മളെ മുറുകെ കയറി പിടിച്ചേക്കുക. എന്നാൽ തിരുവചനം നമ്മളോട് പറയുകയാണ്, നമ്മുടെ മുന്നേ വെച്ചിരിക്കുന്ന ഓട്ടമുണ്ടല്ലോ, ക്രിസ്തീയ ജീവിതമുണ്ടല്ലോ, ഇത് സ്ഥിരതയോടെ നമുക്ക് ഓടണമെങ്കിൽ ഭാരവും നമ്മൾ കളയണം, മുറുകെ പറ്റുന്ന പാപം. ഇത് ഒഴിവാക്കിയെങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഇച്ഛിക്കാത്ത വഴിയിലൂടെ നാം മാറി സഞ്ചരിക്കുവാനിടയെ തീരും. ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ മനുഷ്യർ എന്തുകൊണ്ടാണ് ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞത്? ഇവരെന്തുകൊണ്ടാണ് ഇത്രമാത്രം അവസ്ഥ എന്താണ് ഇവിടെ ജീവിതത്തിൽ? അവർ ദൈവവചനം ധ്യാനിക്കുന്നവരും ദൈവവചനം അനുസരിക്കുന്നതുമായതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ വഴിയിൽ തന്നെ നടക്കാനിട വന്നു. ആമേൻ. അവർ ഈ വഴി വിട്ട് പോകുവാൻ അവരുടെ ജീവിതത്തിൽ ഇടയായില്ല. കാരണം ഈ വചനം ഇവരോട് ഇടപെടും, ഈ വചനം ഇവരോട് സംസാരിക്കും. ഇവരുടെ മുറുകെ പറ്റുന്ന പാപത്തിൽ നിന്നും ഭാരത്തിൽ നിന്നും ഈ വചനം ഇവർക്ക് വിടുതൽ കൊടുത്തുകൊണ്ട് ഇവർ ഈ വഴിയിൽ തന്നെ സഞ്ചരിക്കും. ആമീൻ. ഇന്ന് പാലക്കാലം ക്രിസ്തീയ ജീവിതം സ്ഥിരതയോടെ ഓടണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നാം ധ്യാനിക്കണം, ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കണം. ആമീൻ. ഇത് നമ്മളോട് സംസാരിക്കണം. ഇത് നമ്മുടെ ഭാരങ്ങളിൽ നിന്നും പാപങ്ങളിൽ നമുക്ക് വിടുതൽ നൽകി തരും. മുന്നോട്ട് പോകുവാൻ, സ്ഥിരതയോടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ സംസാരിക്കും. ആമീൻ. ഞാൻ പറഞ്ഞല്ലോ, ഈ 119-ാം സങ്കീർത്തനം 176 വാക്യങ്ങളും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മാഹാത്മ്യമാണ് പറയുന്നത്. എൻ്റെ 105-ാം വാക്യമാണ് നമുക്ക് ഏവർക്കും പറയാവുന്ന പോലെ, നിൻ്റെ വചനം എൻ്റെ കാലിൻ്റെ ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. ഇന്ന് വാൽക്കാലം ഈ വചനത്തെ ചേർത്ത് പിടിക്കുവാൻ, ഈ വചനത്തെ നിരന്തരം ധ്യാനിക്കുവാൻ നമുക്കിടയാകണം. നമുക്ക് 6-ാമത്തെ വാക്യം, അടുത്ത വാക്യത്തിലേക്ക് പ്രവേശിക്കാം. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. ആമേൻ. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഈ ഓട്ടം ഓടിപ്പോകുന്നവർ വെറുതെ ഓടുകയല്ല, വെറുതെ ഈ വഴി തെറ്റാതെ, അല്ലെങ്കിൽ കർത്താവ് വച്ചിരിക്കുന്ന ഈ പാത സ്ഥിരതയോടെ പോകുന്ന വെറുതെയല്ല. ഒരു നാളിൽ കർത്താവ് പോയ പോലെ മടങ്ങി വരുന്ന ഒരു ദിനമുണ്ട്. ആമീൻ. തിരുവചനം പറയുകയാണ്, അന്ന് നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ. ആമീൻ. സ്ഥിരതയോടെ ഓടുന്നവൻ കർത്താവിൻ്റെ വരവെങ്കിൽ അവൻ ലജ്ജിച്ചു പോകുവാൻ ഇടയാവത്തില്ല. നമ്മുടെ പ്രവൃത്തികൾക്ക് കണക്ക് നോക്കുന്നൊരു ദിവസമുണ്ട്. ആമീൻ. അന്ന് നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കണമെങ്കിൽ, ലജ്ജിച്ചു പോകാതിരിക്കണമെങ്കിൽ തിരുവചനം അനുസരിക്കുന്ന, തിരുവചനം അന്വേഷിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കണം. ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം അത് പരസ്യമായി പറയുവാൻ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം പരസ്യമായിട്ട് പറയുവാൻ പലർക്കും ഒരു ലജ്ജയുണ്ട്. പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പഠിക്കുവാണെങ്കിൽ ക്രിസ്ത്യൻ ആണെന്നല്ലോ, ബിലീവർ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ കളിയാക്കിയെന്ന് വരാം. എന്നാൽ തിരുവചനം ധ്യാനിക്കുന്ന ഒരു വ്യക്തി, തിരുവചനം അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ട്, അവൻ്റെ ഉള്ളിൽ നല്ല ബോധ്യമുണ്ട്, അവൻ്റെ വിശ്വാസത്തിൽ നല്ല അടിസ്ഥാനമുണ്ട്. അവൻ ചോദ്യങ്ങൾക്ക് മുമ്പിലും പരിഹാസങ്ങൾക്ക് മുമ്പിലും ലജ്ജിച്ച് പോകത്തില്ല. കാരണം അവൻ്റെ ഉള്ളിൽ തനിക്ക് ഉറപ്പുണ്ട്, താൻ ആരാണ്, തന്നെ വിളിച്ചവൻ ആരാണ്, തൻ്റെ യാത്രയുടെ ഉദ്ദേശം എന്താണ്. അവൻ ലജ്ജിച്ച് പോകുവാൻ ഇടയാവത്തില്ല. അവൻ, നമുക്കറിയാം, ലോകം കണ്ട മികച്ച പ്രസിഡന്റ്മാരിൽ ഒരാളാണ് എബ്രഹാം ലിങ്കൻ. താൻ അധികാരമെടുത്ത് വൈറ്റ് ഹൗസിൽ ചെന്നപ്പോൾ തൻ്റെ ഛായാചിത്രം വരയ്ക്കുവാൻ ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തി വന്നു. കാരണം പ്രസിഡൻറ്റിൻ്റെ ആണല്ലോ വരയ്ക്കുന്നത്. അപ്പോൾ
US ഏറ്റവും അമേരിക്കയിലുള്ള ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തി വന്ന് പ്രസിഡന്റിനോട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത്ര നേരം തനിക്ക് വേണ്ടി ചിത്രം വരയ്ക്കുവാൻ വേണ്ടി തരണം, അതിന് തക്കതായൊരു ഏരിയയൊക്കെ കണ്ടെത്തി നല്ലൊരു കസാരയിൽ എബ്രഹാം ലിങ്കൻ ഇരിക്കുകയാണ്, ഏറ്റവും സുന്ദരനായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വാറ്റ്നസ് സർവീസിൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചിരിച്ചിരുന്നില്ലേ, അതുപോലെ വളരെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചിത്രകാരൻ ഇതൊക്കെ നോക്കി തൻ്റെ എല്ലാ ഭാഗവും നോക്കിയിട്ട് വരയ്ക്കുന്നതിന് മുമ്പ് പറഞ്ഞു, ഈ ഒരു പോസ് വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, അല്പം ചരിഞ്ഞിരുന്ന് ഒരു കൈ കൊണ്ട് ഇങ്ങനെ താടിയിൽ ഇങ്ങനെ വെക്കുന്ന ഒരു പോസുണ്ട്, ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇത് കേട്ടപ്പോൾ എബ്രഹാം ലിങ്കനും കാര്യം മനസ്സിലായി. തൻ്റെ മുഖത്തൊരു പാടുണ്ട്, തൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്ന പോലെ എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു പാടുണ്ട്. ഈ പാട് വരാത്ത രീതിയിൽ കൈകൊണ്ട് മറച്ച് വെക്കുന്ന രീതിയിലാണ് വരയ്ക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കാരണം ഈ ഛായാചിത്രം എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യാലിറ്റിയും പാടില്ല, തൻ്റെ മുടി തൻ്റെ മുഖം അതുപോലെ വരയ്ക്കുന്നൊരു ചിത്രമാണ്. അപ്പോൾ ഈ പാട് ഇല്ലാതെ വരയ്ക്കാൻ പറ്റത്തില്ല, അതതിൽ ഒഴിവാക്കണമെങ്കിൽ ഒരു മാർഗ്ഗമേ ഉള്ളൂ, കൈ എടുത്ത് ഇങ്ങനെ ഒന്ന് വെക്കണം. എബ്രഹാം ലിങ്കൻ അത് കേട്ട് പറഞ്ഞു, അത് വേണ്ട, ഈ പാടുള്ള ഈ പുള്ളിയുള്ള എബ്രഹാം ലിങ്കനാണ് അമേരിക്കയുടെ പ്രസിഡൻ്റായത്, അതുകൊണ്ട് വരയ്ക്കുവാണെങ്കിൽ ഈ പുള്ളിയും കൂടെ ചേർത്ത് വരച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് തൻ്റെ എന്നാ പറയുന്നത് തൻ്റെ ഫിസിക്കിനെ പറ്റി നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇവിടെ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വ്യക്തി, തിരുവചനം ധ്യാനിക്കുന്ന, തിരുവചനത്തിൽ അടിസ്ഥാനപ്പെട്ട ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് തൻ്റെ വിശ്വാസത്തിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്. അവൻ ലജ്ജിച്ചു പോകത്തില്ല. എന്തൊക്കെ ചോദ്യം വന്നാലും എന്തൊക്കെ പരിഹാസം ആര് പറഞ്ഞാലും അവൻ ലജ്ജിച്ചു പോകത്തില്ല. കാരണം അവൻ്റെ ഹൃദയത്തിൽ നല്ല ഉറപ്പുണ്ട്. അവൻ ഇന്ന് പാലക്കാലം ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ഗലാത്യലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ഇരുമനസ്സുള്ളവൻ അവൻ അസ്ഥിരനാകുന്നു, അവൻ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വല്ലതും പ്രാപിക്കുമെന്ന് നിരൂപിക്കരുത്. ആമേൻ. ഇവിടെ ഈ ഭാഗ്യവാന്മാരായ വ്യക്തി അവർ വെറുതെ ഭാഗ്യവാന്മാരാകുന്നതല്ല, അവർ ദൈവത്തിൻ്റെ വചനം അതിൽ തന്നെ നടക്കുന്നു, അവർ സ്ഥിരതയോടെ നടക്കുന്നു. മൂന്നാമത്, അവർ ലജ്ജിച്ചു പോകുന്നില്ല. ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നത് കൊണ്ട് അവർ ലജ്ജിച്ചു പോകുന്നില്ല. വീണ്ടും വായിക്കുന്ന 7-ാമത്തെ വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും, എന്നെ അശേഷം ഉപേക്ഷിക്കരുതേ. ആമേൻ. ഇവിടെ സങ്കീർത്തനക്കാരൻ താൻ ഈ ഭാഗ്യകരമായ അവസ്ഥ ആ ജീവിതം നയിക്കുന്നവരെ കണ്ടിട്ട് അവസാനം പറയുകയാണ്, താനൊരു തീരുമാനമെടുക്കുകയാണ്. നിൻ്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. കർത്താവേ, ഞാനൊരു തീരുമാനം എടുക്കുകയാണ്, ഞാനും നിൻ്റെ നീതിയുള്ള വിധികളെ പഠിക്കും എന്ന് പറഞ്ഞ തിരുവചനം, നിൻ്റെ വചനത്തെ ഞാൻ പഠിക്കും. നിൻ്റെ വചനം അന്വേഷിക്കുവാൻ ഞാൻ സമയം കണ്ടെത്തും. ഈ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് ഞാനും കടന്നു വരും. ഇന്ന് പകൽക്കാലം ഈ ഒരു തീരുമാനം നമുക്കുണ്ടായിരിക്കട്ടെ. കർത്താവേ, ഈ ഭാഗ്യകരമായ അവസ്ഥ എന്താണ്? അവസ്ഥ നിൻ്റെ വഴിയിൽ തന്നെ നടക്കുന്ന അവസ്ഥ. ആമേൻ. നിൻ്റെ വഴിയിൽ സ്ഥിരതയോടുകൂടി നടക്കുന്ന അവസ്ഥ, ലജ്ജിച്ചു പോകാത്ത അവസ്ഥ. കർത്താവേ, ഈ ഒരു അവസ്ഥ എനിക്കുമുണ്ടാവട്ടെ. സങ്കീർത്തനക്കാരൻ അവസാനിക്കുമ്പോൾ ആ ഒരു തീരുമാനം പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ആ ഒരു തീരുമാനം വരട്ടെ. കർത്താവ്, തിരുവചനത്തെ ചേർത്ത് പിടിക്കുവാൻ, തിരുവചനത്തെ അനുസരിക്കുവാൻ, ആമേൻ, തിരുവചനത്തെ ധ്യാനിക്കുവന്ന് ഒരു സ്ഥിരതയുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കർത്താവെ എന്നെ സഹായിക്കണമേ. ഈ ചിന്ത, ഈ രാശയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ലജ്ജിച്ചു പോകുവാൻ ഇടയാവത്തില്ല. ഇതുപോലെ കാലം ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. 119 സങ്കീർത്തനത്തിൻ്റെ 8 വാക്യങ്ങളാണല്ലോ നാം ചിന്തിച്ചത്. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകളെ ഞാനിവിടെ ചുരുക്കുന്നു.